രേണുസുതിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന മനുഷ്യരൊന്നും ഓർക്കണം. കൊല്ലം സുധിയുടെ മരണം സംഭവിച്ച സമയത്ത് രേണുസുതി സുധിയെ അടക്കിയത് തെമ്മാടിക്കുഴിയിലോ എന്നൊരു കൊല്ലം സുധി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് അവരുമായിട്ട് എന്താണ് ബന്ധം? സോഷ്യൽ മീഡിയ കാണുന്നവരാരും തന്നെ രേണുസുധിയുടെ വീടിനടുത്ത് താമസിക്കാൻ വരത്തില്ല. സുധി മരിച്ച സമയത്ത് സുധി ഒരു ഹിന്ദു ആയിരുന്നു. അപ്പോൾ പക്ഷേ മരിച്ച സമയത്ത് അടക്കം ചെയ്തത് ഒരു പള്ളിക്കല്ലറയിലാണ്. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ നടന്നത്? നല്ലൊരു ചോദ്യമാണ് എന്നോടാ ചോദിച്ചിരിക്കുന്നത്. കൊല്ലം സുധി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊല്ലം സുധി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും 2 കുഞ്ഞുങ്ങളും ഹിന്ദു വിശ്വാസത്തിൽ പ്രകാരമാണ് മുൻപോട്ട് പോകുന്നതാണ്. ഈ ആധാരം രജിസ്റ്റർ ചെയ്തതിനകത്തുള്ള പേരുകളെല്ലാം കിടക്കുന്നത് ഹിന്ദു കൊല്ലം സുധിയുടെ മക്കൾ. അവർ കൊല്ലം സുധിയുടെ മക്കൾ. അപ്പോൾ ഈ കൊല്ലം സുധിയുടെ മരണം സംഭവിച്ച സമയത്ത് രേണുസുധി പല ഇൻ്റർവ്യൂസിലും പറയുന്നത് ഞാൻ കേട്ടത്, രേണുസുധിയുടെ മൂത്ത മകൻ കിച്ചുവിൻ്റെ അഭിപ്രായ പ്രകാരമാണ് പള്ളിയിൽ അടക്കാൻ അവർ തീരുമാനിച്ചതെന്ന് അവർ പറയുന്നു. പക്ഷേ പള്ളിയിലെ ആചാരപ്രകാരമാണെങ്കിൽ അതിന് ഉത്തരവ് എനിക്ക് പറയാൻ, സാധാരണ ഇപ്പോൾ ഞാനൊരു ബിഷപ്പാണ്, എൻ്റെ പള്ളിയിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറയും, നമ്മുടെ അടുത്തൊരാൾ മരണപ്പെട്ടിരിക്കുന്നു, ആൾക്ക് അടക്കാൻ സ്ഥലമില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, എന്നാൽ നമ്മുടെ സെമിത്തേരിയിൽ അവരെ ഒന്ന് അടക്കാമോ എന്ന് അവരുടെ വീട്ടുകാരൊരു അപേക്ഷ തന്നിട്ടുണ്ട്. തിരുമേനിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുവദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്ത് ചെയ്യാം, മതാചാരപ്രകാരം അടക്കാൻ ഒരിക്കലും നിയമമില്ല, ഒരിക്കലുമില്ല. ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ മതാചാരപ്രകാരം ആ സെമിത്തേരിയിൽ അടക്കാനായിട്ട് എനിക്ക് അവരോട് പറയാനുള്ള അധികാരമുണ്ട്. അതായത് ബിഷപ്പിൻ്റെ അധികാരം വേണം. ഒരു ബിഷപ്പിൻ്റെ. അപ്പോഴാണ് ഇപ്പോൾ കൊല്ലം സുധിയെ അടക്കിയത് ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ, റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിതമായിട്ട് നിർമ്മിച്ച ഒരു സ്വന്തം സഭ രൂപീകരിച്ച സന്തോഷ് പി ചാക്കോ എന്ന അയാളൊരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായിരുന്നു. ആളിപ്പോൾ പൊൻകുന്നം ജയിലിൽ ഇപ്പോൾ ഒരു 3-4 ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട്, ചീറ്റിംഗ് കേസിൽ പിടിക്കപ്പെട്ട്, ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെട്ട് ചിങ്ങവനം പോലീസിൽ നിന്നും കേസെടുത്ത്, കോട്ടയം ചിങ്ങവനം പോലീസിൽ നിന്ന് കേസെടുത്ത് അയാളിപ്പോൾ പൊൻകുന്നം ജയിലിൽ കിടക്കുകയാണ്. ഇത് സുധിയുടെ മരണത്തിന് ശേഷമാണ്. സുധി ഇപ്പോൾ ഈ ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരു 2 മാസമായി, 1 മാസം കഴിഞ്ഞിട്ട് 1.5 മാസമായിട്ടുള്ളൂ, ഈ കഴിഞ്ഞ ജൂണിലാണ്. അപ്പോൾ ഈ ബിഷപ്പിൻ്റെ സമ്മതപ്രകാരമാണ്, ഈ ബിഷപ്പിൻ്റെ സമ്മതപ്രകാരം കൊല്ലം സുധിയുടെ സഹധർമ്മിണിയും അപ്പനും കൊല്ലം സുധിയുടെ രേണുസുധിയുടെ പിതാവും മാതാവും രേണുസുധി പോയിക്കൊണ്ടിരുന്നത് ഈ സ്വയം പ്രഖ്യാപിത ബിഷപ്പിൻ്റെ പള്ളിയിലാണ്. സന്തോഷ് പി ചാക്കോയുടെ റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത പള്ളിയും സ്വന്തമായി രൂപീകരിച്ച പള്ളി സന്തോഷ് പി ചാക്കോ. ഇതൊരു ഔദ്യോഗികമായി അംഗീകരിച്ച സഭയല്ല, ഒരിക്കലും അല്ല. അത് പൂട്ടി, ആ പള്ളി പൂട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു പള്ളി സീൽ ചെയ്തു. അങ്ങനെ സ്വയമായിട്ട് പുള്ളി തുടങ്ങിയ പള്ളിയാണ്, ആ പള്ളി സീൽ ചെയ്തു. കാരണം ആ പള്ളിയുടെ ബിഷപ്പായിരിക്കുന്ന വ്യക്തി സ്വയമായിട്ട് വന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പല കേസുകളിൽ പിടിക്കപ്പെട്ട് സന്തോഷ് പി ചാക്കോ എന്നാണ് അയാളുടെ പേര്. അയാളിപ്പോൾ പൊൻകുന്നം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ബിഷപ്പിൻ്റെ സമ്മതപ്രകാരം സുധിയെ ഈ കല്ലറയിൽ അടക്കും. കല്ലറയിൽ അയാൾ കൊണ്ടുപോയി ക്രിസ്ത്യൻ ആചാരപ്രകാരം അയാൾ അടക്കി. ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യൻ മതാചാരപ്രകാരമാണ് ഈ കൊല്ലം സുധിയെ അടക്കേണ്ടിയിരുന്നതെങ്കിൽ കൊല്ലം സുധി തീർച്ചയായിട്ടും പള്ളിയിൽ ചേർന്ന് മാമോദിസ സ്വീകരിച്ച്, ജ്ഞാനസ്നാനം സ്വീകരിച്ച്, വിശുദ്ധ കുർബാന കൈക്കൊണ്ട് പള്ളിയിൽ ഒരു അംഗമായി തീർന്നെങ്കിലേ പള്ളിയിൽ ആചാരപ്രകാരം അടക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ക്രിസ്ത്യൻ ആചാരങ്ങൾ. എന്നാൽ ഈ കൊല്ലം സുധിയെ ഈ സുധിയുടെ സഹധർമ്മിണിയും പിതാവും മാതാവും പോകുന്ന പള്ളിയിൽ അവരെ അടക്കുവാനായിട്ട് ഇവർ പറഞ്ഞതനുസരിച്ച് കൊല്ലം സുധിയുടെ മകനും ഫാദർ ഇൻ ലോയും മറ്റാൾക്കാരും ചേർന്ന് പറഞ്ഞതിൻ്റെ ആവശ്യമനുസരിച്ചാണ് അയാൾ കൊണ്ടുപോയി അയാളുടെ ചർച്ചിൽ അടക്കി. സുധിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ അറിയത്തില്ല. കാരണം സുധി ഒരു ഹിന്ദു ആണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. കൊല്ലത്ത് പുള്ളി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അങ്ങനെ സുധിയുടെ കുടുംബം, ഞാൻ സുധിയെ മരണശേഷമാണല്ലോ അറിയുന്നത്. എപ്പോഴും രേണുസുധിയുടെ ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞു കേട്ടതായിട്ടുള്ള ഓർമ്മയാണ്. സുധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ. എനിക്ക് അതിനെപ്പറ്റി പേഴ്സണലായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ. അപ്പോഴും ഇത് രേണുസുധിയിൽ മാത്രം അവകാശം വരുന്നതല്ലല്ലോ സുധി എന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം. സുധിയുടെ മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ മാതാവിൻ്റെ അഭിപ്രായത്തിന് 100% വിലയുള്ളൊരു സാഹചര്യമുണ്ട്. തൻ്റെ സ്വന്തം പിതാവ് മരണപ്പെട്ടു ലീഗലി തീർച്ചയായിട്ടും കോടതിയിലെ അഭിപ്രായ പ്രകാരമാണ്. ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. മാതാവിനും മകനുണ്ടെങ്കിൽ മകനും അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് അവരുടെ മകൻ
പറഞ്ഞിട്ടാണ് അടക്കിയിരിക്കുന്നതെന്നാണ് ഇവർ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിരിക്കുന്നത്. മാതാവിന്റെ അഭിപ്രായം എന്തായിരുന്നു അതിനെപ്പറ്റി ഞാൻ അവരുടെ മാതാവുമായിട്ട് സംസാരിച്ചിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ മനസ്സിലാകും. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഹിന്ദുവായി ജീവിച്ചു, ഹിന്ദുവായി തന്നെ മരിച്ചടക്കപ്പെടണമെന്നാണ് ആഗ്രഹിച്ചിരുന്നെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞായിട്ട് ഞാൻ മറ്റ് കലാകാരന്മാർ പറഞ്ഞറിഞ്ഞു. മറ്റേതോ ഒരു വീഡിയോയിൽ കണ്ടാണ് സുധിയെ അടക്കിയത് തെമ്മാടിക്കുഴിയിലോ എന്നൊരു അങ്ങനെ ഒരു കാര്യം ഞാനും കണ്ടിരുന്നു. അതായത് ഒരു മതാചാരപ്രകാരമല്ലാത്ത ഒരു വ്യക്തിക്ക് അടക്കുവാൻ സ്ഥലമില്ല എന്ന് ആവശ്യപ്പെട്ട് ഒരു കുടുംബം നമ്മളോട് സമീപിച്ചാൽ നമുക്ക് സ്വന്തമായ സെമിത്തേരി ഉണ്ടെങ്കിൽ അവരെ അടക്കം ചെയ്തു കൊടുക്കാം. അവരേത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവരവരുടെ മതാചാരപ്രകാരം. ഇപ്പോൾ ഹിന്ദുവാണെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം നമ്മുടെ സെമിത്തേരിയിൽ അടക്കുന്നതിന് തടയാൻ പാടില്ല എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ നിയമവും അതാണ്, മനുഷ്യത്വവും അതാണ്. ഏത് പള്ളിയുടെ സെമിത്തേരിയിൽ അവർക്ക് സ്വന്തമായ ഒരു സ്ഥലമില്ല എങ്കിൽ പള്ളിയുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും ആ വീട്ടുകാരോടുള്ള ദയവും മനസ്സലിവും തോന്നി പള്ളിയിൽ അവർക്ക് അടക്കം കൊടുക്കുക. പക്ഷേ അത് ഇന്ന മതമെന്നല്ല, ആ വ്യക്തി ജീവിച്ചപ്പോൾ വിശ്വസിച്ച മതമാണ്, ആ മതപ്രകാരം അവരെ അവിടെ അടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന. ഈ ജയിലിൽ കിടക്കുന്ന ബിഷപ്പ് സന്തോഷ് പി ചാക്കോയുടെ പേരിലുള്ള സെമിത്തേരിയിലാണ് ഇപ്പോൾ കൊല്ലം സുധി അന്തി ഉറങ്ങുന്നത്. ആ പള്ളിയുടെ സെമിത്തേരി ഇപ്പോൾ ആ പള്ളി പൂട്ടി. അതായത് കൊല്ലം സുധി ഇന്ന് അന്തി ഉറങ്ങുന്ന സെമിത്തേരിയും പള്ളിയും ഇന്ന് ഗവൺമെന്റ് സീൽ ചെയ്തിരിക്കുകയാണ്. പള്ളി പൂട്ടിയിരിക്കുകയാണ്. പള്ളി നിയമപ്രകാരം ആ പള്ളി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഈ സുധിയുടെ മക്കൾക്കോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ സുധിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ചെന്നിട്ട് ഒരു പുഷ്പം അർപ്പിക്കണമെന്നുണ്ടെങ്കിലോ ഒരു ഓർമ്മ പുതുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സുധിയെ അടക്കം ചെയ്ത സ്ഥലം ഒന്ന് ചെന്ന് കാണണമെന്നുണ്ടെങ്കിലോ ഇപ്പോൾ ഉള്ള നിയമത്തിന്റെ വ്യവസ്ഥയിൽ അനുവദനീയമാണോ? അവർക്ക് പോയി കാണാം. കാരണം അവിടെ മറ്റ് സെമിത്തേരികൾ ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ അടക്കിയ സ്ഥലം പോയി കാണുന്നതിനോ അവർക്ക് ഓർമ്മപരമായ ചടങ്ങുകൾ അവർക്ക് ആചരിക്കുന്നതിനോ ഒരു തടസ്സം ഉണ്ടാകും. കാരണം അവിടെ പക്ഷെ പൂട്ടിയതല്ലേ, അവരുടെ സഭ പൂട്ടിയതോടുകൂടി ആ സെല്ലിൻ്റെ ആ 2 സെല്ലാണ് ഈ സന്തോഷ് പി ചാക്കോയ്ക്ക് അവിടെ ഉള്ളത്. സെമിത്തേരി ആയിട്ടല്ല, സെല്ലുകളാണ്. ആ സെല്ല് പോയി കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. ബാക്കി എത്രയോ സെല്ലുകൾ അവിടെ ഉണ്ട്. സെല്ല് കാണാൻ അവരെ അടക്കിയ സ്ഥലത്ത് പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിന് അങ്ങനെ. പക്ഷെ മതാചാരപ്രകാരം ഒരു കർമ്മങ്ങൾ ചെയ്യാനാണെങ്കിൽ ഇനി അവർക്ക് ആ പള്ളി പൂട്ടിയതുകൊണ്ട് ആ ബിഷപ്പ് ജയിലിലാണ്. ആ പള്ളി നിയമപരമായിട്ട് നിർത്തൽ ചെയ്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. സ്വതന്ത്ര സഭയായിരുന്നത്, റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വ്യക്തി തുടങ്ങിയ സന്തോഷ് പി ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി തുടങ്ങിയ പള്ളിയിലാണ് കൊല്ലം സുധിയെ ശവസംസ്കാരം ചെയ്തത്. അത് ആ ബിഷപ്പിൻ്റെയും ഈ കൊല്ലം സുധിയുടെ വൈഫിൻ്റെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ മകൻ്റെയും താല്പര്യപ്രകാരമാണ് അവിടെ അടക്കിയതെന്നാണ് ഞാൻ അറിയുവാനിടയായത്. ഒരിക്കലും കൊല്ലം സുധിയുടെ കൊല്ലത്തുള്ള വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണോ എന്നുള്ളത് എനിക്ക് അറിയുകയുമില്ല. കൊല്ലം സുധിയുടെ മാതാവും ജ്യേഷ്ഠ സഹോദരനും കുടുംബവും താമസിക്കുന്ന കൊല്ലത്താണ്. അവരവിടുന്ന് ഇങ്ങോട്ട് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് സർവീസിന് അവർ വന്നായിട്ട് ഞാൻ കണ്ടിരുന്നു. പിന്നെ അവരിവിടെ വന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ താമസിക്കുന്ന രേണുവിൻ്റെ പിതാവും മാതാവും ആ സെറിമണിക്ക് വരുമ്പോൾ കുട്ടികളുമായിട്ട് അവരിടപെടുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടു. അതായത് കുട്ടികളുമായിട്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ. രേണുവായിട്ടോ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ലാത്ത കാര്യം പറയത്തില്ല. കാരണം ഞാനും ബിസി ആയിരുന്നു. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അവർ മിണ്ടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതിലെ വളരെ മോശം ആയ രീതിയിൽ രേണു സുധിയെയും ബിഷപ്പിനെയും ചേർത്തുകൊണ്ട് വളരെ വളരെ മോശം രീതിയിൽ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ കണ്ടു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്തോരം വേദനിക്കുന്നു. കാരണം ഇതിനു വേണ്ടിയൊക്കെ ആയിരിക്കാം ഈ ചാരിറ്റി ചെയ്തത് എന്നുള്ള രീതിക്കൊക്കെ കമന്റ് കാണുമ്പോൾ എത്രത്തോളം അത് വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനോട് എന്താണ് പ്രതികരിക്കുക? രേണു സുധിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന മനുഷ്യർ ഒന്ന് ഓർക്കണം. പൊങ്ങന്താനം, വാകത്താനത്തിനടുത്ത് പൊങ്ങന്താനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ വാടക വീട്ടിൽ ഒരു കുടിസ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന 2 കുഞ്ഞുങ്ങളെയും 2 മാതാപിതാക്കളെയും ഈ കുടുംബത്തെ മൊത്തമായി അവിടെ നിന്ന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുവാൻ 24 ചാനലും KHDCയും ഞാനും ഗ്രൂപ്പുകാരും ഒക്കെ ചേർന്ന് ചെയ്ത വലിയൊരു പ്രയത്നമായിരുന്നു അത്. ആ പ്രയത്നത്തിൽ എന്നെ അപശ്രുതി ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ ഒരാൾക്ക് ഇറങ്ങിപ്പോയി ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, അത് പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആകെ കൂടെ ചെയ്തത് അവരെ ഔദ്യോഗികമായിട്ട് അവരുടെ വീട്ടിൽ ഈ വീട് വെഞ്ചരിക്കുവാനായിട്ട് ബ്ലസ് ചെയ്യുവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയുടെ 2ാം ചരമവാർഷികത്തിന് അവരെന്നെ ക്ഷണിച്ചിരുന്നു. അന്ന് 3 മണിക്ക് ഞാൻ അവിടെ പോയി 2 മിനിറ്റ് ഒരു പ്രയർ സർവീസിൽ സംബന്ധിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ബന്ധമല്ലാതെ എനിക്ക് രേണു സുധി എന്ന് പറയുന്ന ഒരു
സോഷ്യൽ മീഡിയ താരവുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അവരെ എവിടെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ ഇങ്ങനെ ഒന്ന് കൈ കൂപ്പുന്നതല്ല, അല്ലാതെ പുഞ്ചിരിക്കുന്നതല്ലാതെ എനിക്ക് അവരുമായിട്ട് എന്താണ് ബന്ധം? അതുകൊണ്ട് എന്നെ അപവാദം സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട്, സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് അപവാദം പറയുന്നത് നിങ്ങളൊന്ന് ഓർക്കുക. നിങ്ങളും പൊതുസമൂഹത്തിൽ അർഹതപ്പെട്ട പാവങ്ങളെ സഹായിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുക. ഈ അപവാദം കമൻ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സാധുക്കൾക്കും അർഹതപ്പെട്ട പാവങ്ങൾക്കും നമ്മൾ ചെയ്യാനുള്ള പരിശ്രമം ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ നാടിനെ നമ്മൾ നന്മയിലേക്ക് കൊണ്ടുപോകുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കാലാവസ്ഥയുടെ പ്രതിസന്ധി നിമിത്തം എത്ര പ്രയാസങ്ങളാണ് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ അനുഭവിച്ചത് ഈ കഴിഞ്ഞിടയ്ക്ക്. അങ്ങനെയുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള അർഹതപ്പെട്ട പാവങ്ങളെയൊക്കെ നിങ്ങൾ നേരിട്ട് സഹായിക്കാനായിട്ടുള്ള പരിശ്രമം കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുമ്പേ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. ഒരു കാരണവശാലും അനർഹമായിട്ട് ഇടങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് പണം ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചു കൊടുത്ത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഉദ്ദേശിച്ച പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ സഹായങ്ങളും കാരുണ്യ കാര്യങ്ങളും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ദൈവം അതിൻ്റെ പുണ്യം തരും. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ എന്നെക്കുറിച്ച് അപവാദം പറയുന്നത്, അതിന് പ്രതിഫലം ദൈവം മനുഷ്യർക്ക് കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എനിക്ക് അവരോട് ആരോടും പകയോ ദേഷ്യമോ ഒന്നുമില്ല. അവരോട് പറയുന്നവർ കുറച്ച് നാൾ പറയും, പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാകും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാകാനിടയാകും. കേട്ടപ്പോൾ ഏറ്റവും വേദനാജനകമായി തോന്നിയത് എന്തായിരുന്നു? ഏറ്റവും വേദനാജനകമായിട്ട് പോയത്, എനിക്ക് ഞാൻ എന്തോ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കിത് ഫെയിമിന് വേണ്ടി ചെയ്തു എന്ന് പറയും. പിന്നെ പലരും പറയും ഞാൻ ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്നെ വളരെ വേദനിപ്പിച്ചൊരു കാര്യം. എൻ്റെ പ്രോപ്പർട്ടികൾ വിറ്റ് മാറാൻ വേണ്ടിയിട്ട്, എൻ്റെ കുറേ പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യാനായിട്ട് ഞാൻ ഇവരെ മാർക്കറ്റ് ചെയ്യുവാൻ, കൊല്ലം സ്തുതിയുടെ പേരും അവരുടെ ഫാമിലിയും ഞാൻ ഒരു മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു എന്നൊരു ചോദ്യം വന്നപ്പോൾ എന്നെ മുറിപ്പെടുത്തിയത് തന്നെയാണ്. എൻ്റെ കുടുംബത്തെ മുറിപ്പെടുത്തി. ഞാൻ ഓപ്പണായിട്ട് പറയുക, കൊല്ലം സ്തുതിയുടെ പേര് പറഞ്ഞോ, കൊല്ലം സ്തുതിയുടെ ഭാര്യയുടെയോ കൊല്ലം സ്തുതിയുടെ കുഞ്ഞുങ്ങളുടെ നെയ്ബർഹുഡ് ആകുവാനായി ഈ നിമിഷം വരെ ഒരു വ്യക്തികൾ പോലും എന്നെ വന്ന് സമീപിച്ചിട്ടില്ല. അവരുടെ കൂടെ അടുത്ത് താമസിക്കണം, അങ്ങനെയുള്ളൊരു പേരോ അഡ്രസ്സോ പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് ആരും വരാറില്ല. വരാമായിരുന്നു. ആരായിരുന്നു? ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ഫെയിമിൽ നിൽക്കുന്ന, ഏറ്റവും അറിയപ്പെടുന്ന, ഇപ്പോൾ ബഹുമാനപ്പെട്ട ജയറാമോ, ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറ്, ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സിനിമയിൽ നിന്ന് അറിയപ്പെടുന്ന നവ്യ നായർ, അല്ലെങ്കിൽ മഞ്ജു വാര്യർ, ഇല്ലെന്നുണ്ടെങ്കിൽ നയൻതാര, മീര ജാസ്മിൻ, ഇവരുടെയൊക്കെ വീട് എൻ്റെ പ്രോപ്പർട്ടിക്ക് അകത്തായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും എന്നെ ലോകരാജ്യങ്ങളിലിരുന്ന് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞു, ഫാദർ അവരുടെ വീടിന് ചേർന്ന് ഞങ്ങൾക്കൂടെ ഒരു പ്ലോട്ട് തരണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യുവോ അല്ല അവരെന്നോട് ചോദിക്കുകയോ ചെയ്യാം. ഒരിക്കൽ പോലും കൊല്ലം സ്തുതിയുടെയോ രേണു സ്തുതിയുടെയോ പേര് പറഞ്ഞ് അവരുടെ നെയ്ബർഹുഡ് ആകുവാനായിട്ട് ഈ നിമിഷം വരെ ഇത് വ്യക്തമായിട്ട് പൊതുസമൂഹത്തിൽ നിങ്ങൾ അറിയിക്കണം. ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു രൂപയുടെ ലാഭവും വേണ്ട, ഒരു കാര്യവും വേണ്ട. ഇതുവരെ അങ്ങനെ തന്നെ ആരും സമീപിച്ചിട്ടുമില്ല. ഇവരുടെ വീടിനടുത്ത് താമസിക്കാൻ ആരും വരത്തുമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെന്തുവാണെന്ന് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ എനിക്ക് അതിന് ഉത്തരം തരാൻ. സോഷ്യൽ മീഡിയ കാണുന്നവരാരും തന്നെ രേണു സുധിയുടെ വീടിനടുത്ത് താമസിക്കാൻ വരത്തില്ല. വൺ വേഡ് ആൻസർ. ബിഷപ്പ് കൊടുത്ത സ്ഥലത്തിന് എത്ര രൂപയുടെ മൂല്യം ഇന്നുണ്ടാവും? സെന്റിന് 4 ലക്ഷം രൂപ വെച്ച് 7 സെന്റ് സ്ഥലം 28 ലക്ഷം രൂപ ഇന്നത്തെ വില അനുസരിച്ച് ഈ വസ്തുവിന് വിലയുണ്ട്. ബിഷപ്പ് നേരത്തെ പറഞ്ഞു ഈ കരമടച്ച റെസീറ്റ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഈ കരമടച്ചത് ആരാണ്? 2 കുഞ്ഞുങ്ങളുടെ പേരിലാണ് കരമടച്ചത്. ആരാണ് കരമടച്ചത്? അവരാ കൊല്ലം സ്തുതിയുടെ പിന്നെ ഫാദർ ഇൻ ലോയും അവരാ കരമടച്ചത്. അതിന്റെ കോപ്പി എനിക്ക് അവർ തന്നിരിക്കുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും നാളെ ഒരു ഇഷ്യൂമായിട്ട് എന്നെ സമീപിച്ചാൽ കാണിക്കാനായിട്ട് അവരെനിക്ക് തന്നിരിക്കുകയാണ്. അവരാ കരമടച്ചേക്കുന്നത്. ഇത് ഈ ലൈം ലൈറ്റിലൊക്കെ വരുന്നതിന് മുന്നേ ഈ രേണു സുധിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാമോ? അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ ബിഗ് ബോസിലേക്ക് പോവാണല്ലോ. ഈ ബിഗ് ബോസിലേക്ക് പോയി കഴിയുമ്പോൾ അതായത് മൈലേജ് കൂട്ടാനാണോ സാധ്യത, അല്ലെങ്കിൽ ഈ സ്വഭാവം പുറത്ത് യഥാർത്ഥ സ്വഭാവം എക്സ്പോസ്ഡ് ആവാനാണോ സാധ്യത? ഇപ്പം രേണു സുധി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ താരത്തെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ, എനിക്കവരെ ഇവിടെ വന്ന് 6 മാസത്തെ പരിചയമേ എനിക്കുള്ളൂ. 6-7 മാസം. ഇപ്പം ഇവിടെ താമസം തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷം ആകുന്നല്ലേ ഉള്ളൂ. ഈ ഒരു വർഷത്തിനിടയ്ക്ക് അവർ ഈ വീട്ടിൽ താമസിച്ചത് ആകെ നോക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം ഇവിടെ താമസിച്ചായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അവർക്ക് ഷൂട്ടുണ്ട്. അവർ വളരെ ബിസിയാണ്. ബിസിയായിട്ടുള്ള ലൈഫാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ നാടെന്ന് പറയുന്നത് വേറെ രാജ്യങ്ങളിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനും ഇങ്ങോട്ട് വന്ന ആളാണ്. പക്ഷെ ഞാൻ അന്വേഷിച്ചറിയുമ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്
ഇവിടെ വാകത്താനത്തിനടുത്ത് പൊങ്ങന്താനം എന്നൊരു സ്ഥലമുണ്ട്. കോട്ടയം ജില്ലയിൽ വാകത്താനത്തിനടുത്ത് പൊങ്ങന്താനം എന്നൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അവരുടെ താമസിച്ചുകൊണ്ടിരുന്ന വാകത്താനത്തിനടുത്തുള്ള പൊങ്ങന്താനത്ത് ഇവർ താമസിച്ചെടുത്ത് പോയി നേരിട്ട് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവരുടെ നെയ്ബർഹുഡായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർ പഠിച്ച സ്കൂള്, അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ സഹപാഠികളൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ അവരോടും പിന്നെ നാട്ടിലുള്ളവരോട് അന്വേഷിക്കുകയാണെങ്കിലാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനൊരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്കത് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീകളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് തലയിടാൻ എനിക്ക് പോകാനും ഒക്കത്തില്ല. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാമിൽ അവർ പോകുന്നു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. പക്ഷെ ഒന്നെനിക്ക് പറയാൻ പറ്റും, സമൂഹത്തിന് എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ടതെന്ന് പൊതുസമൂഹമാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് രേണു സുധി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ താരത്തിലൂടെ ഈ പൊതുസമൂഹത്തിന് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ എന്ന് പൊതുസമൂഹം വിലയിരുത്തണം. അത്രയുമാണ് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം.